ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഒരു ട്രിപ്പ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ് ഓണത്തിന് മുമ്പായിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സൺഡേ എന്താ പറയടി, സൺഡേ ഫണ്ടേക്ക് വേണ്ടി നമ്മളൊരു ചെറുതായിട്ടൊരു ഔട്ടിങ്ങിന് പോവാണ്. സോ തേന് ഓൾറെഡി ഉറങ്ങിപ്പോയി, കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ആൻഡ് 5 മിനിറ്റ് കഴിയുമ്പോൾ അമ്മ ഉറങ്ങും. പിന്നെ ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇച്ചു ഉറങ്ങും. അപ്പം നമ്മളിന്ന് 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം പോകുന്ന സ്ഥലം 4 പേര് കൂടിയാണ് പോകുന്നത്. ആൻഡ് പോകുന്ന സ്ഥലമെല്ലാം നമ്മൾ വഴിയെ കാണിക്കാൻ. എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ്. അതിരപ്പള്ളിയാണ് പോകുന്നത്. I don't think it's called അതിരപ്പള്ളി. It's called അതിരപ്പള്ളി. അതിരപ്പിള്ളിയോ? അതിരപ്പള്ളി. പള്ളി. I said the same thing, no? You said അതിരപ്പള്ളി. Okay. Google it. Whatever. ആൾക്കാർക്ക് കാര്യം മനസ്സിലായല്ലോ, മതി. ശരി, ഓക്കെ ഗായ്സ്. അങ്ങനെ തേനെ ഉറക്കം എണീറ്റപ്പോൾ തന്നെ നേരെ കാണുന്ന ഇച്ചുവിനെയാണ്. അപ്പോൾ അവൾ ആകെ കൺഫ്യൂസ്ഡായി. ഇതെപ്പോൾ വന്നു, ഇതാരാ എന്നുള്ള രീതിയിലാട്ടോ അവളെ നോക്കുന്നത്. Tenu, what is the capital of Delhi? Sorry, what is the capital of India? What is the capital of India? Ottawa. India's capital alla. What is the capital of India? Correct. Delhi. What's the capital of Canada? Capital of your country? ഞങ്ങൾ ചിരിച്ചു കളയും. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി എത്തുകയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഏഴാറ്റുമുഖം ക്രോസ് ചെയ്താണ് അതിരപ്പള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൺ ദ വേ നമ്മൾ കുറേ മങ്കീസിനെയൊക്കെ കണ്ടു. അപ്പോൾ സാമീനെ കുറേ നേരം നമ്മൾ വണ്ടി നിർത്തി മങ്കീസിനെയൊക്കെ കാണിപ്പിച്ചു. ഓൾസോ അവരെ ഫീഡൊക്കെ ചെയ്യിപ്പിച്ചു. Apple? Where is apple? Really? Did you have food? Yes. Okay. Did you see monkey? Yes. Monkey ne kando? Oh, ഇടയ്ക്ക്. സോ നമ്മൾ അതിരപ്പള്ളി ഡെസ്റ്റിനേഷൻ ഇട്ടാണ് പോയത്. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. എസ്പെഷ്യലി സൺഡേ ആണ്. ഒരു വെക്കേഷൻ മൂഡാണ് എല്ലാവർക്കും. കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ സൈഡിലേക്ക് പോലും പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ അതിരപ്പള്ളി പോണ വഴിയാണ് ഈ കണ്ട സ്നോ സ്റ്റോം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇവിടെ കയറാം, എവിടെയെങ്കിലും പോകണ്ടേ, എന്തായാലും വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ സ്നോ സ്റ്റോം ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാമീനെ സ്നോ സ്റ്റോമിൽ കയറ്റാമെന്ന് വിചാരിച്ചിട്ട് ആണ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ സ്നോ സ്റ്റോമിൽ വന്നത്. സ്നോ സ്റ്റോം ഇസ് ഇൻ അതിരപ്പള്ളി. സിൽവർ സ്റ്റോമിൻ്റെ തന്നെ വേറൊരു എന്താ പറയുക, ഒരു എക്സ്റ്റൻഷനാണ്. സാമി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു തണുപ്പ്. അവൾ ആക്ച്വലി തണുപ്പിലാണ് ജനിച്ചത്. അതുകൊണ്ട് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു തണുപ്പ്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മൂക്കൊക്കെ നന്നായി ചുമക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. പക്ഷെ ഷീ വാസ് ഫൈൻ, ഷീ വാസ് ടോട്ടലി ഫൈൻ. അവൾ ഫുൾ ടൈം കളിയും ചിരിയൊക്കെ ആയിരുന്നു, കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമുക്കത് കണ്ടപ്പോൾ കുറച്ച് ഇതായി. അപ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ തിരിച്ച് മറ്റേ റൂമിൽ നമുക്ക് ഒരു ഹോട്ട് റൂം പോലത്തെ ഒരു സ്ഥലമുണ്ട്. ആ ഹീറ്റ് നമ്മുടെ തണുപ്പൊന്ന് മാറാനായിട്ടുള്ള കുറച്ച് നേരം അവിടെ പോയി നിൽക്കാം. അവിടെ പോയി നിൽക്കുമ്പോൾ അവൾ പറയും തിരിച്ചു പോകണം, തണുപ്പിലേക്ക് പോകണം എന്ന് പറയും. സോ അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഇങ്ങനെ ഒരു 5-6 റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നല്ല രസമായിരുന്നു. ഓൾ ടുഗെദർ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. നമുക്കൊരു പറയുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റിൽ കൂടുതലൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. അത്ര നല്ല തണുപ്പാണ്. ബിക്കോസ് ഇത് ആർട്ടിഫിഷ്യൽ തണുപ്പായതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി തണുപ്പ് തോന്നിയിരുന്നു. പിച്ചു വാസ് ലൈക്ക്, ചേച്ചി എൻ്റെ കാനഡ വിസ ക്യാൻസൽ ചെയ്താൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അവൾ വിചാരിച്ചേക്കുന്നത് ഇത്രയും തണുപ്പാണെന്നാണ്. തണുപ്പുണ്ട്, കാനഡ വെച്ച് നോക്കുമ്പോൾ തണുപ്പൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്കെന്തോ കുറച്ചും കൂടെ എക്സ്ട്രീം തണുപ്പ്. ഇത് നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്ത് വെക്കുമ്പോഴത്തേക്കും തണുപ്പ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഡോൺ വാസ് സേയിങ് ഇത് സെയിം തണുപ്പ് തന്നെയാണ് കാനഡയിലും. എനിക്കത്രയും തോന്നിയിട്ടില്ല. എനിക്ക് ഇത്രയും തണുപ്പും തോന്നിയിട്ടില്ല എന്താണെങ്കിലും. അത് കഴിഞ്ഞതേ നമ്മളുടെ പെൻഗ്വിൻസിൻ്റെ ഒക്കെ കൂടെ തന്നെ ഇനി ഫോട്ടോ സെഷനൊക്കെയാണ്.
അപ്പോൾ അവൾക്ക് കറക്റ്റായിട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അവളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പെൻഗ്വിൻ നടക്കണ പോലെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും കുറച്ച് ന്യൂ ആയതുകൊണ്ട് തന്നെ അവളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചിരിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അവൾ വന്നപ്പം മുതൽ പറയുന്നുണ്ടായിരുന്നു ഇഗ്ലൂ എന്ന്. സോ അപ്പോൾ അവൾക്ക് അവളിതിൽ റൈംസിൽ കാണുന്നത് ഐസ് ഫോർ ഈഗ്ലൂ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽ അവൾക്ക് ഈഗ്ലൂ എന്ന് പറഞ്ഞായിരുന്നു. സോ നമ്മൾ ഇഗ്ലൂവിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചുമ്മാ ഫോട്ടോ എടുക്കാൻ കയറ്റി. അവിടേതായിട്ട് നമ്മൾ അവിടെ സ്നോ എന്താ എൻ്റെ ഒരു സ്നോ നമ്മൾക്ക് ആർട്ടിഫിഷ്യലി സ്നോ നമ്മൾ ഇതാക്കും. അവർ സ്നോ പെയ്യിക്കും ആൻഡ് ദെൻ സ്നോ ഡാൻസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ കണ്ടു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളായിരുന്നു ലാസ്റ്റ് ബാച്ച്, അല്ലെങ്കിൽ അവസാനത്തെ നമ്മളായിരുന്നു. അത് കഴിഞ്ഞാൽ ക്ലോസ് ഡൗൺ ചെയ്യുമായിരുന്നു. എൻ്റെ ഫോൺ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാട്ടോ ഇത്ര ഫോഗി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണാടിയും എല്ലാവരുടെയും ഐറ്റംസൊക്കെ കുറച്ച് ഫോഗി ആയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയി, പഴയ പോലെയായി. How was snow? Very nice. How was snow? Very nice, പക്ഷേ ഇനി വേണ്ട. Dinu. How was snow? അങ്ങനെ ഞങ്ങൾ അതിരമ്പള്ളി പോകാനായിട്ട് വന്നത് സ്നോ സ്റ്റോമിലാണ് വന്നെത്തിയത്. അതിരപ്പള്ളി ഭയങ്കര തിരക്കായിരുന്നു. കോഫി, ചൂട് കോഫി. Yes. What about you? Yes guys, so നമ്മൾ വീട്ടിലെത്തിയിട്ട് ആക്ച്വലി കുറേ നേരമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോയി. എൻ്റെ ഇന്നത്തെ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ രാത്രി 10:50 ലോക്ക മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ലോബിയിൽ. അപ്പോൾ സിസ്റ്ററും അമ്മയും വരുന്നുണ്ട് മൂവി കാണാൻ. ഡോണും കൊച്ചും വരില്ല, ബിക്കോസ് ഡോണിന് നാളെ വർക്കുണ്ട്. അപ്പോൾ ഡോണിന് നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞ് ഡോൺ ഇറ്റ്സ് നോട്ട് കമ്മിങ്. സോ ഞങ്ങൾ മൂന്നുപേരും പോകാമെന്ന് വിചാരിച്ചു. സോ വൈൽ ഐ എം ഹിയർ ഇൻ ലോബി ഐ വിൽ ഷോ യു ദ പൂക്കളം. സോ നമ്മൾ അത്തം മുതൽ തിരുവോണം വരെ പൂക്കളം ഇടുന്നുണ്ട് ഇവിടെ. സോ ഇതാണ് ഇന്നത്തെ പൂക്കളം. സോ അങ്ങനെ നമ്മൾ 10:30 ആയപ്പോൾ തന്നെ നമ്മൾ മോളെത്തി. അപ്പോൾ ഇച്ചുട്ടിക്ക് അവിടുത്തെ ഉള്ള സ്ഥിരം കഴിക്കണം എന്തോ ഒരു ഐറ്റം കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി അവൾ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളതും കഴിച്ചിട്ടാണ് പോകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ ഫ്രോസൺ യോഗർട്ട് ഓർ സംതിങ്. അപ്പോൾ അതാണ് അവൾ ഓർഡർ ചെയ്തേക്കുന്നത്. നല്ലതായിരുന്നു, അത് നമ്മൾ കഴിച്ചു. നമ്മളെപ്പോഴും ഇവിടെ വരുമ്പോൾ കഴിക്കാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളിത് മൂവിയിലേക്ക് കയറുകയാണ്. അമ്മ നമ്മൾ ഏത് മൂവിയെ കാണാൻ പോകുന്നത് അറിയില്ല. ഏത് സിനിമ അമ്മ ആക്ച്വലി ഐ ഡോണ്ട് നോ, അറിയില്ല. ബട്ട് ഐ നോ അതൊരു ഭയങ്കര റേറ്റിംഗ് ഉള്ള മൂവിയാണെന്നറിയാം. യെസ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു വാച്ച് ലോക്ക മൂവി. ഓ, വണ്ടർ വുമൺ പോലെയൊക്കെയാണെന്നൊക്കെ പറയുന്നു. ലെറ്റ്സ് ഗോ. ഓക്കേ. സോ അങ്ങനെ നമ്മൾ ലോക്ക സിനിമ കാണാൻ പോവാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു ഹോളിവുഡ് സെറ്റപ്പായിരുന്നു സിനിമ. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കണം. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫാൻറ്റസി മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. റിയലിസ്റ്റിക്കും ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ എനിക്കൊരു ഹീറോയിക് ഫാൻറ്റസി ഇഷ്ടമാണ്. സോ അതുകൊണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ എൻ്റെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഞാൻ ഉറപ്പായിട്ടും ഡെഫിനറ്റായിട്ടും റെക്കമെൻഡ് ചെയ്യും. അടിപൊളി സിനിമയാണ്. വാച്ച്. സോ വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.